വസീഫ്, സനോജ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ DYFI കേരള ഇനിഷ്യേറ്റീവ് എന്ന ബോർഡ് കണ്ടുകൊണ്ടാണ് വന്നിട്ടുള്ളത്. രാജ്യത്തിന് മുമ്പിലേക്ക് DYFI ഒരിക്കൽ കൂടി, മാത്രമല്ല ലോകത്തെ യുവജന സംഘടനകൾക്ക് പോലും മാതൃകാപരമായ ഒരു തുടക്കമാണോ ഈ മവാസോ? ഏത് നിലയിലാണ് അതിൻ്റെ ഒരു ആവശ്യകതയെ, സാധ്യതയെ നിങ്ങൾ പങ്കുവെക്കുക, പറയുക? നമ്മുടെ കേരളം, ഇതിപ്പോൾ ഹരികൃഷ്ണൻസിൻ്റെ കാര്യം പറഞ്ഞല്ല, ഇത് എവിടെ തുടങ്ങണമെന്നറിയാം, നടുക്ക് വെക്കാം, നിങ്ങൾ ആരാന്ന് വെച്ചാൽ തുടങ്ങിക്കോന്ന്. നമ്മുടെ കേരളം രാജ്യത്തിന് തന്നെ മാതൃകയായി നിൽക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ. പ്രത്യേകിച്ച് സംരംഭകത്വത്തിൻ്റെ കാര്യത്തിൽ ലോകത്തിന് തന്നെ മാതൃകയാവണം. ഗ്ലോബൽ ആവറേജിൻ്റെ മുകളിൽ പോവുകയാണ് കേരളം. അങ്ങനെ പോകുന്ന ഒരു കേരളത്തിൽ പ്രത്യേകിച്ച് ഞങ്ങൾ എടുക്കുന്ന ഒരു മുദ്രാവാക്യം എല്ലാവർക്കും തൊഴിൽ, എല്ലാവർക്കും വിദ്യാഭ്യാസം എന്നുള്ളതാണ്. ഇപ്പോൾ കേരളം ഭരിക്കുന്ന ഇടതുപക്ഷം വളരെ ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ, അതുപോലെ തന്നെ ഇച്ഛാശക്തിയുള്ള നേതൃത്വം, ഇതിൻ്റെയൊക്കെ നേതൃത്വത്തിൽ പരമാവധി പൊതുമേഖലയിലും ഗവൺമെൻറ് ഉടമസ്ഥതയിലും ഗവൺമെൻറ് നേതൃത്വത്തിലും തൊഴിൽ കൊടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അതോടൊപ്പം ഈ സംരംഭകത്വത്തെ, അതേപോലെ പുതിയ സ്റ്റാർട്ടപ്പുകളെ എല്ലാം നന്നായി പ്രോത്സാഹിപ്പിക്കുന്നു, ഒരു അന്തരീക്ഷം ഒരുക്കുന്നു കേരളത്തിൽ. ഇപ്പോൾ കേരളമാകെ ഒരു വലിയ മാറ്റത്തിലേക്ക് പോകുമ്പോൾ അത് കണ്ടില്ലെന്ന് നടിക്കാൻ യുവജന സംഘടന എന്നുള്ള നിലയ്ക്ക് നമുക്ക് പറ്റില്ല. അല്ല, നിങ്ങൾ നടത്തുന്ന ആ ഒരു DYFI നടത്തുന്ന ഇനിഷ്യേറ്റീവിനെ കക്ഷിരാഷ്ട്രീയത്തിന് അതീതമായി എല്ലാ മേഖലകളിൽ നിന്നും വലിയ പിന്തുണയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ പോലും ഈ മെവാസോയിലേക്ക് തിരുവനന്തപുരം MP ആയിട്ടുള്ള ശശി തരൂരിനെ ക്ഷണിക്കുമ്പോൾ പോലും ഈ ഇനിഷ്യേറ്റീവിന് ഏറ്റവും വലിയ പിന്തുണ നൽകുന്നത് കണ്ടു. പലപ്പോഴും രാഷ്ട്രീയമായി വിമർശിക്കുന്ന കേന്ദ്രങ്ങളിൽ നിന്നും DYFI നടത്തുന്ന ഇനിഷ്യേറ്റീവ്സിന് അത്ര വലിയ ശ്രദ്ധ പതിക്കുന്നുണ്ട്. മവാസോ, ഈ പറഞ്ഞ ഈ യൂത്ത് സ്റ്റാർട്ടപ്പ് ഇനിഷ്യേറ്റീവ് ഫെസ്റ്റിവൽ, അതിലൂടെ ഏതൊക്കെ തരത്തിലാണ് പ്രത്യാശയോടെ നമ്മുടെ ചെറുപ്പക്കാർ ഇതിനെ കാണേണ്ടത്, യുവജനത കാണേണ്ടത്? ഇതിൻ്റെ ഒരു ക്രമീകരണം എങ്ങനെയാണ്? നമ്മൾ പലതരത്തിലുള്ള ഫെസ്റ്റിവലുകൾ നമ്മൾ സാക്ഷ്യം വഹിക്കുന്നുണ്ട്. പക്ഷേ ഇതുപോലെയൊരു ഫെസ്റ്റിവൽ ഒരു യുവജന സംഘടന നിങ്ങൾ പറഞ്ഞ പോലെ ലോകത്താദ്യമായിട്ടായിരിക്കും നടത്തുന്നതാണ് തോന്നുന്നത്. അപ്പോൾ ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട പ്രചരണമൊക്കെ ആരംഭിച്ചപ്പോൾ നല്ല ആവേശകരമായ പ്രതികരണം, വളരെ പോസിറ്റീവായിട്ടുള്ള പ്രതികരണമാണ്. അതിന് കക്ഷി രാഷ്ട്രീയത്തിൻ്റെ ഒന്നും അതിർവരമ്പുകൾ ഉണ്ടായിട്ടില്ല. ഞങ്ങൾ ഓൺലൈൻ വഴി രജിസ്ട്രേഷൻ വെച്ചപ്പോൾ 2200-ൽ കൂടുതൽ ആളുകൾ 100 രൂപയെ ഫീസ് വെച്ചിട്ടുള്ളൂ, 100 രൂപ അടച്ച് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. പിന്നെ ഇതിനൊരു മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത, ഇവിടെ വിജയിച്ച സംരംഭകരുടെ കഥകൾ പറയൽ മാത്രമല്ല, ഇനി സംരംഭകരാവാൻ താല്പര്യമുള്ള ആളുകൾ, അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പിന് ആവശ്യമായിട്ടുള്ള ആശയം കയ്യിലുള്ള ആളുകൾ, ആ ആശയവുമായിട്ട് അവർ ഇവിടെ വരികയാണ്. അങ്ങനെ ആശയം കയ്യിലുള്ള ആളുകളോട് ഞങ്ങൾ ഇങ്ങോട്ട് വരാൻ വേണ്ടി പറഞ്ഞപ്പോൾ 200-ൽ കൂടുതൽ ആളുകൾ അപേക്ഷ അയച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഇന്നിവിടെ ഇപ്പോൾ 200-ൽ കൂടുതൽ പുതിയ ആശയങ്ങൾ അവതരിപ്പിക്കുകയാണ്. അപ്പോൾ അത് ആളുകൾ കേൾക്കുന്നു. ആ ആശയത്തിലേക്ക് പണം മുടക്കാൻ തയ്യാറാവുന്ന നിക്ഷേപകർ ഇവിടെ ഉണ്ടാവുന്നു. അപ്പോൾ അതൊരു വലിയ ബിസിനസ്സായി വളരുന്നു. അതുവഴി കൂടുതൽ ആളുകൾക്ക് തൊഴിൽ കൊടുക്കാൻ വേണ്ടി കഴിയുന്നു എന്നാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ കേരളത്തിലൊരു പെട്ടിക്കട പോലും തുടങ്ങാൻ കഴിയില്ല. കേരളത്തിൽ ചെറുപ്പക്കാർക്കൊന്നും ജീവിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ആളുകളെല്ലാം നാട് വിട്ടുകൊള്ളണം എന്ന് പറയുന്നിടത്ത് ആണ് ഇത്രയേറെ സംരംഭകർ ഉണ്ടാവുന്നത്, ഇത്രയേറെ ബിസിനസ് ഉണ്ടാവുന്നത്, ഇത്രയേറെ നിക്ഷേപ സൗഹൃദമായിട്ടുള്ള അന്തരീക്ഷമുണ്ട് എന്ന് നിക്ഷേപകർ പറയുകയാണ്. ഇപ്പോൾ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സൊക്കെ സാക്ഷ്യപ്പെടുന്ന ആരാന്ന് ചോദിച്ചാൽ നിക്ഷേപിച്ച ആളുകൾ, അല്ല സർക്കാർ കൊടുക്കുന്ന രേഖ അടിസ്ഥാനപ്പെടുത്തിയിട്ടല്ല. അവിടേക്ക് നോക്കിയാലും യങ് ഇൻവെസ്റ്റേഴ്സിൻ്റെ അല്ലെങ്കിൽ യങ് എൻ്റർപ്രണേഴ്സിൻ്റെ വലിയ പങ്കാളിത്തമാണ് നമ്മൾ കൊച്ചിയിൽ കണ്ടത്. ഇപ്പോൾ രാവിലെ നോക്കുമ്പോൾ തന്നെ ഇവിടെ സജീവമായി കഴിഞ്ഞു. സ്ഥിരമായി ഞങ്ങളിൽ കാണുന്ന, അല്ലെങ്കിൽ ഞങ്ങളോടൊപ്പം കാണുന്ന ഒരു മുഖങ്ങളല്ല ഇവിടെ ഉള്ളത്. തീർത്തും വ്യത്യസ്ത മേഖലകളിൽ ഇടപെടുന്ന പ്രൊഫഷണലുകളായിട്ടുള്ള, എന്നാൽ ഇങ്ങനെ ഒരു ഇനീഷ്യേറ്റീവിനോട് വളരെ താല്പര്യത്തോടു കൂടി സമീപിക്കുന്ന ആളുകളാണ് ഇവിടെ. ഈ പിച്ചിങ് രജിസ്ട്രേഷൻ നമുക്ക് ഇവരിലേക്കൂടെയൊക്കെ സഞ്ചരിച്ചു തന്നെ പ്രേക്ഷകരിലെ പിച്ചിങ് രജിസ്ട്രേഷൻ എന്ന് പറയുന്നതിനകത്ത് അതേക്കുറിച്ച് ഈ മുമ്പ് പറഞ്ഞ പോലെയാണോ? പുതിയ ആശയങ്ങളാണ് അവതരിപ്പിക്കുന്നത്. അവർ വളരെ ക്ലോസ്ഡ് ആയിട്ടുള്ള സ്റ്റേജ് അവിടെ ഉണ്ട്. ഒരേ സമയത്ത് 3 സ്റ്റേജിൽ വെച്ച് ഈ മത്സരങ്ങൾ നടക്കും. ഏറ്റവും നല്ല 5 ആശയത്തെ ഞങ്ങൾ തിരഞ്ഞെടുത്ത് അവർക്ക് 50,000 രൂപയുടെ സമ്മാനങ്ങൾ കൊടുക്കുകയാണ്. 50,000 രൂപയുടെ ക്യാഷ് പ്രൈസ് കൊടുക്കുകയാണ്. മറ്റൊരു ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏറ്റവും മികച്ച ഒരു സ്റ്റാർട്ടപ്പ് ഉടമയെ കണ്ടെത്തി അവർക്ക് കൊടുക്കുന്ന അവാർഡാണ്. ഇപ്പോൾ ഞങ്ങൾ അതുമായി ബന്ധപ്പെട്ട് 1 ലക്ഷം രൂപയുടെ അവാർഡ് പ്രഖ്യാപിക്കുകയും ആളുകൾ തിരഞ്ഞെടുക്കുകയൊക്കെ ചെയ്തു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം.